ബദർ പറയുന്നത് ഇഷ്കിന്റെ കഥയാണ്. എല്ലാം റസൂലിൽ അലിഞ്ഞു ചേർന്ന, ജീവനും ജീവിതവും റസൂലും ഇലാഹുമായ, സ്വത്തം മറന്ന, സർവം സമർപ്പിച്ച പ്രവാചകാനുരാഗത്തെ ജീവവായു എന്ന് ഡിഫൈൻ ചെയ്ത ഇഷ്ക് പറയുന്ന കഥയാണ് ബദർ. വലിയൊരു പോർക്കളത്തെ മുന്നിൽ കാണാതെ കുറഞ്ഞ യുദ്ധായുധങ്ങളുമായി മാത്രം ബദറിലെത്തിയ നോമ്പുകാരായിരുന്ന അവർക്ക് നേരിടേണ്ടി വന്നത് തങ്ങളെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള യുദ്ധസന്നാഹങ്ങളുമായി സർവം സജ്ജമായി ബദറിലെത്തിയ വലിയൊരു സൈന്യത്തെയാണ്. ഗ്രൗണ്ട് റിയാലിറ്റി മുന്നിൽ കണ്ടിട്ടും അൻസ്വാരി നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അങ്ങ് കൽപ്പിക്കുക, നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഒരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടാനാണ് അങ്ങ് കൽപ്പിക്കുന്നതെങ്കിൽ നബിയെ ഞങ്ങൾ അതിനും തയ്യാറാണ്. നബിയെ സമാശ്വസിപ്പിച്ച് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ്, നീയും നിന്റെ റബ്ബും കൂടെ പോയി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ മൂസ നബിയുടെ സമുദായം പോലെ ഞങ്ങളാവില്ല നബിയെ, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. ഇഷ്കിനല്ലാതെ, പ്രവാചകനോടുള്ള അങ്ങേയറ്റത്തെ മുഹബ്ബത്തിനല്ലാതെ, മീമിൽ അലിഞ്ഞിട്ടല്ലാതെ, പ്രവാചകാനുരാഗത്തിനല്ലാതെ എങ്ങനെയാണ് ഇത്രമേൽ പ്രതിസന്ധി ഘട്ടത്തിലും പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച സമയത്തും സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രതീക്ഷയുടെ, വിജയത്തിൻ്റെ വർത്തമാനങ്ങൾ പറയാനാവുക? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയ പോലെ ഫഇന്ന അബി വവാലിദാഹു വഇർലി ലിഇർലി മുഹമ്മദിൻ മിൻകും വിഖാഉ. അവർക്കെല്ലാം റസൂലായിരുന്നു. അവരുടെ ചലന നിശ്ചലനങ്ങൾക്ക് നിറം പകർന്നത്, അവരുടെ ആത്മാവിന് ജീവൻ നൽകിയത് റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ മുഹബ്ബത്തായിരുന്നു. അവരുടെ ധമനികളിലൂടെ ഒഴുകിയിരുന്നത് റസൂലിനോടുള്ള ഇഷ്കായിരുന്നു, മീമിനോടുള്ള അടങ്ങാത്ത ഭ്രമമായിരുന്നു.